ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റിനായി സമ്മർദ്ദം ശക്തമാക്കി മുസ്ലിം ലീഗ്. വിഷയത്തിൽ നാളെ തീരുമാനമുണ്ടാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. അതേസമയം ലീഗ് കടുംപിടുത്തം തുടരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേക്കും. LDFിൽ രണ്ടാം കക്ഷിയായ CPIക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് ലഭ്യമാക്കുമ്പോൾ മലബാർ മേഖലയിൽ അവരെക്കാൾ വേരോട്ടമുള്ള UDFിലെ രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗിന് 2 സീറ്റ് മാത്രമാണ് മുന്നണി നേതൃത്വം നൽകി വരാറുള്ളത്. നേരത്തെ ലീഗിന് UDFിൽ 3 സീറ്റ് നൽകിയ ചരിത്രവുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇത്തവണ മുസ്ലിം ലീഗിന് 3 സീറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണമെന്നാണ് നേതൃത്വം കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. അതേസമയം ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന അലസമനോഭാവത്തിൽ ലീഗിന് കടുത്ത അമർഷമുണ്ട്. 3ാം സീറ്റ് വേണമെന്നും ശുഭപ്രതീക്ഷയുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പാർട്ടി എടുത്ത തീരുമാനമനുസരിച്ച് UDFിൽ ഒരു അഭിപ്രായം പറഞ്ഞു. മറ്റ് കക്ഷികൾ ആലോചിച്ചിട്ട് അഭിപ്രായം പറയാമെന്നും പറഞ്ഞു, പ്രത്യേകിച്ച് കോൺഗ്രസ്. അപ്പോൾ അതിലെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചയുണ്ട്. അതിൽ തീരുമാനമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല, ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ ഏതായാലും കഴിയില്ല. ഉപപ്രതീക്ഷയല്ലേ നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. കിട്ടണമല്ലോ. ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവർ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തൂലേ? ഞങ്ങൾ മുന്നണിയല്ലേ. അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട് 3ാം സീറ്റായി നൽകാനുള്ള ആലോചന കോൺഗ്രസ് നേതൃത്വത്തിലും ഉയർന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുകയാണെങ്കിൽ അടുത്ത് നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് കോൺഗ്രസ് ലീഗിന് വിട്ടു നൽകും. ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് ഈ വിഷയത്തിൽ അന്തിമമാവുക. നാളെ നടക്കുന്ന ഉഭയകക്ഷി ചർച്ചയിൽ ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വം ലീഗ് നേതാക്കളെ അറിയിക്കും. വിട്ടുവീഴ്ച ഉണ്ടായില്ലെങ്കിൽ കടുത്ത നിലപാടിലേക്ക് പോകാനാണ് ലീഗിന്റെ തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.